നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരൂരിലെ കടകളിൽ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന 2 അംഗ സംഘം അറസ്റ്റിൽ. അസോസിയേഷൻ ഓഫ് പെർഫോമിംഗ് ആർട്സ് കോസ്റ്റ്യൂമേഴ്സ് എന്ന സംഘടനയുടെ 2ാം സംസ്ഥാന സമ്മേളനം ചൊവ്വാഴ്ച. കുരുടൻപറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് ഭക്തിനിർഭരമായ സമാപനം. മാറ്റങ്ങളെ മനസ്സിലാക്കി സാങ്കേതിക വൈദഗ്ധ്യമുള്ളവരായി ജോലിയെ സമീപിക്കണമെന്ന് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാമൻ. മഞ്ചേരി മെഡിക്കൽ കോളേജ് ജീവനക്കാർക്കെതിരെ കേസെടുത്തതും ആരോഗ്യമന്ത്രിയുടെ ധാർഷ്ട്യമെന്ന് വെൽഫെയർ പാർട്ടി. സംസ്ഥാന മത്സ്യകർഷക അവാർഡ് ജേതാവിന് താന്നൂരിന്റെ സ്നേഹാദരം. വിശദമായ വാർത്തകൾ. തിരൂരിലെ കടകളിൽ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന 2 അംഗ സംഘം അറസ്റ്റിൽ. 1.5 ലക്ഷത്തോളം രൂപയുടെ ഹാൻസ്, കൂൾ എന്നിവ പിടികൂടി. ബിപിയങ്ങാടി പാറശ്ശേരി ചെമ്മല അബ്ദുൽ നസീർ, കോഴിക്കോട് പുളിയാനിത്തുണ്ടിയിൽ സുനിൽ എന്നിവരെയാണ് തിരൂർ SHO മുഹമ്മദ് റഫീഖിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. തിരൂരിലെ വിവിധ കടകളിൽ വിൽപ്പനയ്ക്കായി എത്തിക്കാനായി കൊണ്ടുവന്ന 1.5 ലക്ഷത്തോളം രൂപ വരുന്ന ഹാൻസ്, കൂൾ എന്നിവയാണ് പിടിച്ചെടുത്തത്. ഇവരിൽ നിന്ന് വിതരണം നടത്തുന്ന കടകളുടെ ലിസ്റ്റും പിടിച്ചെടുത്തു. തിരൂർ പ്രിൻസിപ്പൽ SI RP സുജിത്ത്, SI മിഥുൻ, CP രമ സുജിത്ത്, മൻസൂർ, വിനീത്, രോഹിത് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. വെട്ടന്യൂസ് തിരൂർ. അസോസിയേഷൻ ഓഫ് പെർഫോമിംഗ് ആർട്സ് കോസ്റ്റ്യൂമേഴ്സ് എന്ന സംഘടനയുടെ 2ാം സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് 19-ന് ചൊവ്വാഴ്ച തിരൂരിലെ കരുണ ക്ലാസിക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ ഡാൻസ് കോസ്റ്റ്യൂം ഷോപ്പുകളുടെ ഓണർമാരുടെ സംഘടനയായ അസോസിയേഷൻ ഓഫ് പെർഫോമിംഗ് ആർട്സ് കോസ്റ്റ്യൂമേഴ്സ് എന്ന സംഘടനയുടെ 2ാം സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് 19-ന് ചൊവ്വാഴ്ച തിരൂരിലെ കരുണ ക്ലാസിക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഷോപ്പുകളുടെ സംഘടനയുടെ ഭാരവാഹികളാണ്. ഞാൻ എൻ്റെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ്. ഡാൻസ് കോസ്റ്റ്യൂംസിന്റെ അസോസിയേഷൻ ഓഫ് പെർഫോമിംഗ് ആർട്സ് കോസ്റ്റ്യൂംസ് എന്നാണ് സംഘടനയുടെ പേര്. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. എൻ്റെ പേര് രാജേന്ദ്രൻ. ഇദ്ദേഹം സംഘടനയുടെ ജില്ലാ പ്രസിഡന്റാണ് വിജയൻ. ഇത് സംഘടനയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറാണ് രാജേഷ്. ജില്ലാ ജോയിന്റ് സെക്രട്ടറിയാണ് മൻസൂർ. സംഘടനയുടെ 2ാമത്തെ സംസ്ഥാന സമ്മേളനം ഈ വരുന്ന ഓഗസ്റ്റ് 19-ാം തീയതി തിരൂര് കരുണ ഓഡിറ്റോറിയത്തിൽ വെച്ച്, പൂങ്കോട്ടുകുളം കരുണ ഓഡിറ്റോറിയത്തിൽ വെച്ച് തീരുമാനിച്ചിരിക്കുകയാണ്. MLA ബഹുമാന്യായ ശ്രീ N ഷംസുദ്ദീനാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. കേരളത്തിലെ ആകെയുള്ള ഡാൻസ് കോസ്റ്റ്യൂംസ് ഷോപ്പുകളെ പ്രതിനിധീകരിച്ച് വിവിധ ജില്ലകളിൽ നിന്നും അതിന്റെ പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഈ തൊഴിൽ മേഖല ഏത് ദുരന്തങ്ങൾ വന്നാലും ശരി ബാധിക്കൽ കലാകാരന്മാരെ. സ്വാഭാവികമായും പ്രളയം വന്നാലും, കോവിഡ് വന്നാലും, അല്ലെങ്കിൽ മറ്റെന്ത് ദുരന്തങ്ങൾ വന്നാലും ശരി ഉടനെ നിർത്തിവെക്കൽ കലാമേഖലയിലുള്ള പ്രോഗ്രാമുകളാണ്. ആ മേഖലയിലുള്ള 10,000-കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ വേഴാമ്പലിനെ പോലെ ആ സീസണും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും കലാകാരന്മാരെ അങ്ങനെ ആ സീസൺ നഷ്ടമാകുമ്പോൾ അത് ആ കലാകാരന്മാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളെ അത് വലിയ രീതിയിൽ ബാധിക്കും. സമ്മേളനം MLA അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. സിനിമാ താരങ്ങൾ, സംഘടനാ നേതാക്കൾ, പ്രമുഖ വ്യക്തിത്വങ്ങൾ തുടങ്ങിയവർ സമ്മേളനത്തിൽ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് രാജേന്ദ്രൻ കുറ്റിപ്പുറം, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രാജേഷ് വളാഞ്ചേരി, ജില്ലാ പ്രസിഡന്റ് വിജയൻ കൊണ്ടോട്ടി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി മൻസൂർ തിരൂർ എന്നിവർ സംബന്ധിച്ചു. വെട്ടന്യൂസ് തിരൂർ. കുരുടൻപറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് ഭക്തിനിർഭരമായ സമാപനം. കർക്കിടകം 1 മുതൽ ക്ഷേത്രത്തിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന രാമായണ പാരായണത്തിന് പ്രദേശത്തും പരിസരത്തു നിന്നുമായി നിരവധി വിശ്വാസികളാണ് എത്തിയിരുന്നത്.
ഈസ്റ്റ് എരിക്കാഞ്ചിറ കുരുടൻപറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ രാമായണ പാരായണത്തിന് നിരവധി വിശ്വാസികളാണ് എത്തിയിരുന്നത്. മാതൃസമിതിയുടെ നേതൃത്വത്തിലാണ് രാമായണ പാരായണം നടന്നിരുന്നത്. വാഴക്കാട്ട് ശ്രീധരനാണ് രാമായണ പാരായണം അവതരിപ്പിച്ചത്. ആഴ്ചകളിൽ നടക്കുന്ന കൂട്ടപ്രാർത്ഥനയും രാമായണ പാരായണവും ക്ഷേത്രാങ്കണത്തെ ഭക്തി നിർഭരമാക്കി. ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ ജാതിമതഭേദമന്യേ ഒരുമിച്ചാണ് കൊണ്ടാടാറുള്ളത്. വെട്ടന്യൂസ് പറവണ്ണ. മത്സരാധിഷ്ഠിതമായ ഇന്നത്തെ സമൂഹത്തിൽ കേവലം പാഠപുസ്തകങ്ങളിലെ അറിവുകൾക്കപ്പുറം മാറ്റങ്ങളെ മനസ്സിലാക്കി സാങ്കേതിക വൈദഗ്ധ്യമുള്ളവരായി ജോലിയെ സമീപിക്കാൻ കഴിയണമെന്ന് രാജ്യസഭാംഗം അഡ്വക്കേറ്റ് ഹാരിസ് ബീരാം MP പറഞ്ഞു. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, മലപ്പുറം എംപ്ലോയബിലിറ്റി സെന്റർ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കൊണ്ടോട്ടി EME ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സംഘടിപ്പിച്ച പ്രയുക്തി 2025 മെഗാ തൊഴിൽ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, മലപ്പുറം എംപ്ലോയബിലിറ്റി സെന്റർ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കൊണ്ടോട്ടി EMEA ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സംഘടിപ്പിച്ച പ്രയുക്തി 2025 മെഗാ തൊഴിൽ മേളയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP നിർവഹിച്ചു. പറയുന്നതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് പറയുന്നത് അനുനിമിഷം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ പ്രസംഗിച്ച് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ വേറെ എന്തെങ്കിലും പുതിയ സാങ്കേതിക വിദ്യ വന്നിട്ടുണ്ടാകും. അപ്പൊ ആ രീതിയിലുള്ള സാങ്കേതിക വിദ്യ എല്ലാം നിങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഒരു കാലത്തിന്റെ ഒരു നല്ല സംഗതി എന്ന് പറയുന്നത്. കാരണം അവർക്ക് വലിയ രീതിയിലുള്ള ആളുകൾ, ആവശ്യമുള്ള ആളുകൾ ഒരുപാടുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് കമ്പനികൾ ഇങ്ങനെ ക്യൂ നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഇപ്പോൾ. പക്ഷെ നമ്മൾ കൺസർവേറ്റീവായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ച് പാസ്സായ ഒരു കുട്ടിക്കാണെങ്കിൽ ഈ പറയുന്ന നൂതനമായിട്ടുള്ള ആശയങ്ങളൊന്നും നമ്മുടെ മനസ്സിലില്ലാത്ത കുട്ടികളാണെങ്കിൽ അത് പിന്നെ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ ഇന്ന് ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഇവിടെ വന്നിട്ട് ഈ പറയുന്ന ഒരു തൊഴിൽ മേള നടത്താൻ ഉണ്ടായ ആ ഒരു അവസരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരെ അഭിനന്ദിക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. P. അബ്ദുൽ ഹമീദ് MLA ചടങ്ങിൽ അധ്യക്ഷനായി. PK ബഷീർ MLA മുഖ്യാതിഥിയായി. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള 42 തൊഴിൽ ദാതാക്കൾ പങ്കെടുത്തു. രാവിലെ 10 ആരംഭിച്ച മേളയിൽ 700ഓളം ഉദ്യോഗാർത്ഥികൾ സംബന്ധിച്ചു. 81 പേർക്ക് ജോലി ലഭിക്കുകയും 300 പേരെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. പരിപാടിയിൽ ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ ചുമതലയുള്ള സുനിത S. വർമ്മ, വൊക്കേഷണൽ ഗൈഡൻസ് എംപ്ലോയ്മെന്റ് ഓഫീസർ T. ബിന്ദു, കോളേജ് പ്രിൻസിപ്പാൾ പ്രൊഫസർ ഡോക്ടർ AM റിയാദ് തുടങ്ങിയവർ സംബന്ധിച്ചു. വെട്ടന്യൂസ് മലപ്പുറം. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പള കുടിശ്ശിക നൽകണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകാൻ എത്തിയ ജീവനക്കാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത നടപടി ആരോഗ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിന്റെ പ്രതിഫലമാണെന്ന് വെൽഫെയർ പാർട്ടി. സംഭവത്തിൽ വെൽഫെയർ പാർട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധിക്കുകയും അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്യുന്നത് ജനാധിപത്യം നൽകുന്ന അടിസ്ഥാന അവകാശമാണെന്നും കേരള കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ സർക്കാരിന്റെ പിടിയിലായിക്കൊണ്ടിരിക്കുകയാണെന്നും വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ആരിഫ് ചൂണ്ടയിൽ പറഞ്ഞു. ആശുപത്രി സൂപ്രണ്ടിനെതിരെ പാർട്ടി പ്രതിഷേധം അറിയിച്ചു. താൽക്കാലിക ജീവനക്കാർക്ക് ഉടൻ ശമ്പള വിതരണം ചെയ്യുകയും അവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുകയും ആരോഗ്യമന്ത്രി തൊഴിലാളികളോട് മാപ്പ് പറയുകയും വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. 1.5 മാസത്തോളം ജീവനക്കാർക്ക് ശമ്പളം നൽകാത്തത് ഗുരുതര അനീതിയാണ്. 32 കോടിയിലധികം രൂപ ഇൻഷുറൻസ് തുകയിൽ നിന്ന് സർക്കാർ അനുവദിക്കാനുണ്ട്. അതിൽ വെറും 1 കോടി രൂപ അനുവദിച്ചാൽ പ്രശ്നം ഉടൻ പരിഹരിക്കാനാവും. സർക്കാർ ഫണ്ട് അനുവദിക്കാത്തതിനാൽ ശമ്പളത്തിനായി ആശുപത്രി സേവനങ്ങൾക്ക് കൂടുതൽ തുക ഈടാക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും വെൽഫെയർ പാർട്ടി ആരോപിച്ചു. ജനറൽ ആശുപത്രിയെ മഞ്ചേരിയിൽ നിലനിർത്തി മെഡിക്കൽ കോളേജിന് പുതിയ കേന്ദ്രം അനുവദിക്കുന്നതാണ് പ്രശ്നത്തിന് സ്ഥിര പരിഹാരമെന്നും പാർട്ടി വ്യക്തമാക്കി. FITU ജില്ലാ വൈസ് പ്രസിഡന്റ് ഫസൽ തിരൂർക്കാട്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മുഖമുദ്ദീൻ CH, സെയ്താലി വലമ്പൂർ, മണ്ഡലം പ്രസിഡന്റ് ഹനീഫ മാസ്റ്റർ, ബാപ്പുട്ടി അൽസഫാഹ്, ഫൈസൽ നീറ്റിക്കൽ, ശിഹാബ് തിരൂർക്കാട് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും സംഘടിപ്പിച്ചു. വെട്ടന്യൂസ് മലപ്പുറം.
ഫിഷറീസ് വകുപ്പിന്റെ ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന മത്സ്യ കർഷക പുരസ്കാരം ലഭിച്ച നിസാമുദ്ദീൻ മംഗലത്തിന് നാടിന്റെ സ്നേഹാദരവ്. മത്സ്യകർഷകനായ നിസാമുദ്ദീന്റെ കൃഷിയിടത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഫിഷറീസ് മാനേജ്മെന്റ് കൗൺസിൽ അംഗം അഹമ്മദ് കുട്ടി സ്നേഹാദരവ് കൈമാറി. PTR മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റും താനൂർ യൂത്ത് അസോസിയേഷനും ചേർന്നാണ് ആദരവ് പരിപാടി സംഘടിപ്പിച്ചത്. മത്സ്യകർഷകനായ നിസാമുദ്ദീന്റെ കൃഷിയിടത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഫിഷറീസ് മാനേജ്മെന്റ് കൗൺസിൽ അംഗം അഹമ്മദ് കുട്ടി പഞ്ചാരയിൽ സ്നേഹാദരവ് കൈമാറി. താനാളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അബ്ദുറസാഖ്, നഗരസഭ മുൻ കൗൺസിലർ PT ഇല്യാസ്, ഫിഷറീസ് അക്വാകൾച്ചർ പ്രൊമോട്ടർ OP സുരഭില തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വിട്ടന്യൂസ് താനൂർ. പ്രൈം ടൈം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.